ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്ക് വീട്ടിലുണ്ടാവുന്ന പച്ചമുളകിൽ പലരുടെയും വിഷയമാണ്. എത്രയും നമ്മൾ നട്ടു വളർത്തിയാലും കായ് പിടിക്കുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റായിട്ട് കിട്ടുന്ന പഴത്തൊലി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് നമ്മുടെ വീട്ടിലെ പച്ചമുളകിൽ മുളക് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ വേണ്ടുന്നത് പഴത്തൊലിയാണ്. പഴത്തൊലി നമ്മൾ വീട്ടിലെടുക്കുന്നത് കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഒരു 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഈ മുറിച്ച പഴത്തൊലി ഇട്ട് വയ്ക്കുക. അങ്ങനെ ഒരു 3 ദിവസം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ഇട്ട് നമ്മൾ വെക്കുന്നത് ആ എടുക്കുന്ന സൊല്യൂഷൻ, അതായത് ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ പഴത്തൊലി അതിനകത്ത് നിന്ന് നേർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ അത് നന്നായിട്ട് പിഴിയുക. ആ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 ഇരട്ടി വെള്ളം അത് ഡയറക്റ്റ് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി ഏതാണ് നമ്മൾ ഒഴിക്കുന്നത് അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകും. ഏകദേശം ഒരു 100 ml നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 500 ml കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. അതാണ് കണക്ക്. 1 ലിറ്ററിനാണെങ്കിൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ചോട്ടിലൊഴിച്ച് കൊടുക്കേണ്ടത്. ചോട്ടിലൊഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴായാലും കാൽസ്യമാണ് ഏറ്റവും കൂടുതൽ ഒരു ചെടിക്ക് ആവശ്യമായിട്ട്. പച്ചമുളകിനാണെങ്കിലും മറ്റുള്ള വിളകൾക്കാണെങ്കിലും കാൽസ്യത്തിൻ്റെ അഭാവം ഒരു വിളകളിൽ ഇതിൽ വിളവ് ഉണ്ടാവാൻ താമസം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിന് മുമ്പിട്ട് നമ്മൾ വളം കൊടുക്കുന്നതിന് സാധാരണ ഒരു 1.5-2 മാസം കൂടുമ്പോഴാണെങ്കിലും ഒരു സ്പൂൺ എന്ന് വെച്ചാൽ ഒരു 20 ഗ്രാം കുമ്മായം നമ്മൾ ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ഒരു സ്പൂണിൽ ചെറുതായിട്ട് തൂവി കൊടുക്കുക. അതിനുശേഷം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കും. ഒരു 15 ദിവസം അത് അങ്ങനെ ഇട്ടേക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് മണ്ണുമായിട്ട് ലയിക്കാൻ ഒരു 15 ദിവസം വേണം. 15 ദിവസത്തിന് ശേഷം നമ്മൾ ഈ പറയുന്ന വളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പച്ചമുളക് ഉണ്ട്. നമുക്ക് ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതാണ്ട് ഈ നിൽക്കുന്നത് മുഴുവൻ ഉണ്ടാവാനുള്ളതാണ്, എല്ലാം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ ചെറുതായിട്ട് 20 ഗ്രാം സ്യൂഡോമോണാസ് നമ്മൾ ഒരു മാസം കൂടുമ്പോൾ തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ തെളി തളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ അടിഭാഗം വരുന്ന ആ മട്ട് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്താലും നല്ല വിളവുണ്ടാവും. പ്രതിരോധശേഷിക്കാണ് സ്യൂഡോമോണാസ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഈ പഴത്തൊലി എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ്. അപ്പോൾ ആ പൊട്ടാസ്യം നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ വിളവ് നന്നായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയും ആണ് നമ്മളൊരു പച്ചമുളക് കൃഷിയിലെ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത്.